മണ്ഡലകാലാരംഭ ദിനരാത്രങ്ങൾ ഭക്തജനങ്ങളാൽ നിറഞ്ഞ് ശബരിമല സന്നിധാനം. നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്ന ഭക്തജന പ്രവാഹം നിലയ്ക്കുന്നില്ല. ശബരിമല മുന്നൊരുക്കങ്ങളിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡിനും ഉണ്ടായ വീഴ്ച തിരക്ക് ഭക്തജനങ്ങളെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂരും ഒപ്പം മിഥുൻ മുരളിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. മിഥുനിലേക്കും അരുണിലേക്കും പോവുകയാണ്. വലിയ ബുദ്ധിമുട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഭക്തർ കണ്ടതാണ്. ഒപ്പം തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ ജനം ടിവിയോട് പങ്കുവച്ചതാണ്. ഇന്ന് നിലവിലത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദിവസത്തിലേറെ നീണ്ട അല്ലെങ്കിൽ ഒരു ദിവസം പകുതിയോളം നീണ്ട ക്യൂ അവർ നിൽക്കേണ്ടി വന്നു. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന ഭക്തരൊക്കെ തന്നെ അത് ചൂണ്ടിക്കാട്ടിയതാണ്. ഇന്ന് നിലവിലെ അവസ്ഥ എന്താണ്? നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. വലിയ തിരക്ക് കാണുന്നുണ്ടല്ലോ അരുൺ. തീർച്ചയായും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ഇന്നും ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മുറിയാത്ത ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. എന്തായാലും ഡിസംബർ 3 വരെയാണ് നിലവിലെ കണക്ക് പ്രകാരം വെർച്വൽ ക്യൂ പൂർണ്ണമായും ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തിരക്ക് അങ്ങ് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുമ്പ് ഈ വെർച്വൽ ക്യൂ ഇല്ലാത്ത സമയത്ത് കണക്കുകൾ കൃത്യമായി അറിയില്ലാത്ത സമയത്തൊക്കെ തന്നെ ഇത്ര ഭക്തരൊക്കെ എത്തുന്ന സമയമാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലുണ്ടായ ഗുരുതരമായ വീഴ്ച, ആ പ്രതികരണങ്ങളൊക്കെ തന്നെയും ഇതിനോടായിരുന്നു. ആ അയ്യപ്പ ഭക്തൻ ഏറെ വേദനയോടെ ആന്ധ്രയിൽ നിന്നെത്തിയ ആ സ്വാമിയുടെ ആ മനസ്സിൽ നിന്നുള്ള ആ ഒരു പ്രതികരണം അതുതന്നെയാണ് എല്ലാ ഭക്തരെ സംബന്ധിച്ചോളം വലിയ വേദനയുണ്ടാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഗുരുതര വീഴ്ച അത് അവർ തുറന്നു പറയുക തന്നെയാണ് ചെയ്യുന്നത്. ഏറ്റവും ദുഃഖകരമായ കാര്യമായിരുന്നു ഇന്നലെ ആ ആന്ധ്രയിൽ നിന്ന് വന്ന ഭക്തൻ സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായത്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമൊക്കെ എത്തുന്ന ഭക്തജനങ്ങൾ ഏറ്റവും വൈകാരികമായിട്ടാണ് സംസാരിക്കുന്നത്. അവരെല്ലാം ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ ഈ അടിസ്ഥാന സൗകര്യ ലഭ്യതയിലുള്ള കുറവാണ്. വിരിവയ്ക്കാൻ സൗകര്യമില്ല, കുടിവെള്ളമില്ല, ശൗചാലയങ്ങളില്ല, ബാത്റൂം ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ഇതിനുവേണ്ടിയൊക്കെ പമ്പ മുതൽ നിലയ്ക്കൽ ഒക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഓടി നടക്കേണ്ട അവസ്ഥ. എന്താണ് ചെയ്യേണ്ടതെന്ന് ഭക്തജനങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത അവസ്ഥ. 14-16 മണിക്കൂറൊക്കെ കാത്തു നിൽക്കേണ്ടി വരുന്നു. കാത്തു നിൽക്കുന്നത് പ്രശ്നമില്ല, പക്ഷേ ആ സമയത്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങൾ ഫ്ലൈ ഓവറിലെ തിരക്കുണ്ടോ? അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഇന്നും ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങോട്ട് കൃത്യമായുള്ള ഒരു ഭക്തജന പ്രവാഹം, പിന്നെ പ്രത്യേകിച്ച് ഈ 12 വിളക്ക് കഴിഞ്ഞാൽ മലയാളികളായിട്ടുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും. ആ ഒരു സമയത്ത് സ്പോട്ട് ബുക്കിംഗ് അടക്കം വലിയ രീതിയിലുള്ള കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെ തീർത്ഥാടകരെത്തുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി നിൽക്കുന്നത് മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ്. ഞാനും ഇതിനും അടക്കുന്ന സംഘം നേരത്തെ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകും, സന്നിധാനത്ത് ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ സമയത്ത് പോലും, ഏറ്റവും വൈകിയ വേളയിൽ പോലും അവർ ഒരു തരത്തിലുള്ള നടപടിയും ഒരു തരത്തിലുള്ള ഇടപെടലും കൊണ്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഭക്തർ ഇങ്ങനെ വലിയ പ്രതിസന്ധി അനുഭവിക്കേണ്ടി വരുന്നത്. നമുക്ക് താഴെ സന്നിധാനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് നോക്കി അറിയാം. അന്നദാന മണ്ഡപത്തിന് മുൻവശമായാലും, ഈ മരാമത്ത് ഓഫീസിന് മുൻഭാഗമായാലും, അരവണ കൗണ്ടറിന് മുൻഭാഗമായാലും ഇവിടെയെല്ലാം ഭക്തജനങ്ങൾ തിങ്ങിക്കൂടി തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ്. വിരിവെക്കുന്നതിനുള്ള സൗകര്യമൊന്നും അവിടെ യഥാക്രമമില്ല. അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞ് അങ്ങ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ വലിയ അപകട സാധ്യതകൾ, വലിയ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് ഈ മേഖലകളിലെല്ലാം ഉള്ളത്. കൃത്യമായ മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. മാസപൂജാ സമയത്തൊക്കെ എങ്ങനെയാണോ സന്നിധാനമുള്ളത്, നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ അതുപോലെ തന്നെ സമാനമായ സാഹചര്യമാണ് സന്നിധാനത്തും പരിസര മേഖലകളിലും എല്ലാം ഉള്ളത്. ഈ തിരക്ക് നിയന്ത്രണത്തിനാണ് ഇവർ വെർച്വൽ ക്യൂ എന്നുള്ള ഒരു സംവിധാനം കൊണ്ടുപോകുന്നത്. ഓരോ മണിക്കൂറുകളിൽ നിന്നും പമ്പയിൽ നിന്നും കയറി വരുന്ന ആ തീർത്ഥാടകരുടെ എണ്ണം അത് കൃത്യമായി തന്നെ കിട്ടുന്നതാണ്. പക്ഷേ ആ സമയത്ത് പോലും എത്ര തീർത്ഥാടകരെത്തുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഈ തിരക്ക് നിയന്ത്രണത്തിലുണ്ടാകുന്ന ഗുരുതരമായുള്ള വീഴ്ച, ഗുരുതരമായുള്ള പ്രശ്നങ്ങൾ അത് തന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി. അപ്പാച്ചിമേട്, മരക്കൂട്ടം തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ കൃത്യമായി കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തേണ്ടത്. കാരണം ഈ അപ്പാച്ചിമേടൊക്കെ എത്തുമ്പോഴാണ് നീലിമല വഴി എത്തുന്ന പല ഭക്തർക്കും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത്, പ്രായമായവർക്ക്. പക്ഷേ ആ മേഖലകളിൽ ഒന്നും തന്നെ കുടിവെള്ളത്തിന്റെ ലഭ്യത ഇല്ല എന്നാണ് ഇന്നലെ പ്രതികരിച്ച ഭക്തരിൽ കുറേ പേര് പറഞ്ഞത്. അതുപോലെ മരക്കൂട്ടത്തെ വെളിച്ച സംവിധാനം ഒരുക്കാത്തത് നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയായി പറഞ്ഞതാണ്. അതൊന്നും എന്താ പറയുക, തീർത്തും മോശമായ സാഹചര്യങ്ങളിലേക്ക് ഭക്തജനങ്ങളെ തള്ളിവിടുന്ന കാര്യങ്ങളാണ് ഈ സന്നിധാനത്ത് മല കയറി വരുമ്പോൾ വിവിധ മേഖലകളിലായിട്ട് ഉള്ളത് എന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരം എന്ന് പറയുന്നത്. ഇവ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ആശങ്കയുണ്ടാക്കുന്നത്. എന്തായാലും തിരക്ക് കുറഞ്ഞിട്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കാമെന്നുള്ളൊരു സംവിധാനമില്ല. കാരണം വലിയ രീതിയിലുള്ള തിരക്ക് അങ്ങ് പമ്പയിൽ വരെ പലപ്പോഴും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുന്നു. മരക്കൂട്ടം മുതൽ തീർത്ഥാടകരുടെ തിരക്ക് അങ്ങ് തുടരുന്ന ഒരു സാഹചര്യം വലിയ നിയന്ത്രണങ്ങളിലേക്കൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ ഇന്നലെയും സൂചിപ്പിച്ച ഒരു കാര്യം, ഈ തുടക്ക
തുടക്കത്തിൽ ഈ ഏറ്റവും കുറ്റകരമായുള്ള ഒരു വീഴ്ച ഉണ്ടായാൽ അതിന്റെ ഭവിഷ്യത്ത് പിന്നീടുള്ള ദിവസങ്ങളിലാകും ഉണ്ടാകുക. തുടക്കത്തിൽ ഇത്തരത്തിൽ കുത്തഴിഞ്ഞു പോകുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ആ സമയങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള തീർച്ചയായും അരുൺ, എന്തായാലും അരുണും മിഥുൻ മുരളിയും നമുക്കിപ്പം തുടരുക. കഴിഞ്ഞ ദിവസം തന്നെ അവർ അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതാണ്. ഇന്നലെ രാത്രി കൂടി ഉണ്ടായ പ്രതികരണങ്ങൾ, ഭക്തരുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇങ്ങോട്ട് കയറിയിട്ട് അവിടെ നിങ്ങൾ എത്തുന്ന വരെ ബാത്റൂമുകളിൽ ഒന്നിലും വെള്ളമില്ല, വെള്ളത്തിൻ്റെ ഒരു സൗകര്യമില്ല. കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടെ വന്നേ പിന്നെയാണ് കിട്ടിയത്. ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല, ഒരു കടകളില്ല, ഒരു ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇതുവരെ. മുമ്പേന്ന് തുടങ്ങി ക്യൂ നിന്നിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളൂ. ഇനിയും സന്നിധാനത്തിലേക്ക് എത്താൻ ഇനിയും എത്ര മണിക്കൂർ ക്യൂ നിൽക്കണം എന്നുള്ളത് അറിയില്ല. இந்த வாட்டி கார்த்திகை மாதம் ரொம்ப ரொம்ப கூட்டம். நாங்கள் இந்த மாதிரி கூட்டத்தை எதிர்பார்க்கவே இல்லை. அநியாயத்துக்கு கூட்டம், பயங்கரமான கூட்டம். காலையில் 8 மணிக்கு லைனில் வந்து நின்னோம். இன்னும் நாங்கள் சாமி பார்க்கல, லைன்லேயே தான் நின்றுருக்கோம். இது மாதிரி கூட்டத்தை நான் பார்த்ததே இல்லை சாமி சரணம். So almost 12 hours we are waiting in the queue. Management is very poor. In the shed 18 night, there should have been a collapse there. In shed 18 and shed 17, too much crowd. There is no police inside. The police are outside only. They never know what is happening inside. Too much crowded. And I worried whether any stampede is going to happen, because recently we had another 2-3 stampedes in India. I really worried. I'm going to write to the Human Rights Commission about what is happening here. A holy place, we want to make sure the place is good. Too much crowd, nobody is controlling, right? So we already seen 2-3 happenings there in India. So we want to make sure. Even now we are not able to see the darshan. Till now we are waiting from Subramania Padai. That is halfway. So from Bombay, it's morning 9 o'clock we started. Till now we are not able to see the darshan. I don't know why so much crowd. This is the second time I'm seeing this much crowd. Maybe the management, if they take care of the crowded places, because a lot of small children are there, right? Worried about children and women there. No stampede has to be happened. That's the reason I'm also telling, or else I don't have anything there. Because already we have seen 2-3 stampedes. We want to make sure the next thing, something should not happen here. That is the only reason I'm telling. Thank you, sir. ഞങ്ങൾ രാവിലെ ക്യൂ നിന്നിട്ട് ഇത്രയും നേരം ഇവിടെ ക്യൂവിലാണ്. ഇപ്പോഴും തൊഴാൻ പറ്റിയിട്ടില്ല. വെള്ളത്തിൻ്റെ ഒരു സൗകര്യം ഉണ്ടായില്ല, ബാത്റൂം സൗകര്യങ്ങളൊന്നുമില്ല, ഇതുവരെ ശരിയായിട്ടില്ല. ഞങ്ങൾ ശക്തമായി ഇതിനെതിരെ പ്രതികരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത അവർ അക്കമിട്ട് നിരത്തുന്നു എന്നുള്ളതാണ്. അത് മലയാളികളായിക്കോട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരായിക്കോട്ടെ, ദേവസ്വം ബോർഡിനും സർക്കാരിനുമുണ്ടായ ഗുരുതര വീഴ്ച അവർ അക്കമിട്ട് നിരത്തുമ്പോൾ, അരുൺ, മിഥുൻ, ഇത് 2ാം ദിവസമാണ് നമ്മൾ ഈ വിഷയം തന്നെ ചർച്ച ചെയ്യുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്, കാണുമ്പോൾ വലിയ വിഷമം തോന്നുന്നു. ഇവർ ആളില്ലാ സംഗമമൊക്കെ നടത്തി കോടികൾ പൊടിപൊടിച്ചവരാണ്. പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ടോയ്ലറ്റ്, വെള്ളം, ഇതൊന്നും തന്നെ ഒരുക്കാൻ സാധിക്കാത്ത ഇവർ എന്ത് സൗകര്യം അവിടെ ഒരുക്കിയെന്നാണ് പറയുന്നത്? പക്ഷേ ഇന്നലെ മിഥുൻ മുരളി എടുത്ത പ്രതികരണങ്ങളാണ് എത്ര വൈകാരികമായാണ് ആ ഭക്തരൊക്കെ തന്നെയും പ്രതികരിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ രാഖി സൂചിപ്പിച്ച പോലെ ഒരിടത്ത് വലിയ രീതിയിലുള്ള സംഗമം, 3000 അയ്യപ്പ ഭക്തരെ വെച്ചുകൊണ്ടുള്ള ഒരു അയ്യപ്പ ഭക്ത സംഗമം നടന്നു. അതിൻ്റെ കണക്ക് കഴിഞ്ഞ ദിവസം ജനം TV പുറത്തു വിട്ടിരുന്നു. 5 കോടി രൂപയാണ് നിലവിൽ അതിന് ചിലവായി വരുന്നത്. ആ 5 കോടി രൂപയുടെ 1 കോടി രൂപ ചിലവഴിച്ചിരുന്നുവെങ്കിൽ എത്ര ഗംഭീരമായി തന്നെ ഈ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ശൗചാലയങ്ങളുടെ സൗകര്യങ്ങൾ അടക്കം ഇവിടെ കൃത്യമായി ഒരുക്കായിരുന്നു. വെള്ളം കൊടുക്കുന്നതിനുള്ള കൃത്യമായി ഇടപെടൽ നടത്തായിരുന്നു. പണമില്ല എന്നുള്ള ഒരു പ്രതിസന്ധി നിലവിൽ പറയുമ്പോഴും ഈ അയ്യപ്പ സംഗമത്തിലൂടെ ലഭിക്കുന്ന പണം ശബരിമലയുടെ വികസനത്തിന് ഉപയോഗിക്കുമെന്നൊക്കെയാണ്. അങ്ങനെയുള്ള പണങ്ങളൊന്നും ലഭിച്ചില്ലേ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനായിരുന്നു ഈ 5 കോടി രൂപ? ഈ 5 കോടി രൂപ ചിലവഴിച്ച് ഈ അയ്യപ്പ സംഗമം നടത്തിയതിന് എന്ത് പ്രയോജനമാണ് ഭക്തർക്ക് ഉണ്ടായത്? അയൽ സംസ്ഥാന ഭക്തജനങ്ങളായാലും കേരളത്തിൽ നിന്നുള്ള ഭക്തരായാലും ഒരുപോലെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമാണ് ഈ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുക, ഭക്ഷണം ലഭിക്കുക, കുടിവെള്ളം ലഭിക്കുക എന്നൊക്കെയുള്ളത്. അതൊന്നും ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അത്രയും പരിഗണന പോലും ഭക്തർക്ക് ശബരിമലയിൽ കൊടുക്കുന്നില്ലേ ഭക്തർ? അത് പണസമാഹരണത്തിനുള്ള ഒരു കേന്ദ്രം മാത്രം, ഒരു ഉറവിടം മാത്രമാണോ ശബരിമല സംസ്ഥാന സർക്കാരിന്, ഇടത് സർക്കാരിന് എന്നാണ് അയൽ സംസ്ഥാന ഭക്തജനങ്ങളായാലും സംസ്ഥാനത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങളായാലും എല്ലാവരും പറയുന്നത്. ചെന്നൈയിൽ നിന്നുള്ള ഒരു ഭക്തൻ ഇന്നലെ പ്രതികരിച്ചപ്പോൾ പറഞ്ഞതാണ്, ഞാൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ പോവുകയാണ്, ഇവിടുത്തെ ദുരിതാവസ്ഥ അവിടെ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിക്കേണ്ടതാണ് എന്ന്. അത്രയും കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മുൻപിൽ നമുക്ക് ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു അവസ്ഥയാണ് ഈ
ഇങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥ എന്ന് പറയുന്നത്? തീർച്ചയായും അതിൽ ഏറ്റവും പറയേണ്ടത് അത് അങ്ങ് നിലയ്ക്കൽ മുതൽ തുടങ്ങുന്ന ആ ഒരു ദുരിതം, ആ ദുരിതം ഇങ്ങ് സന്നിധാനത്ത് വരെ എത്തുന്നവരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വരുന്ന വഴികളിലൊക്കെ തന്നെ ഈ മണിക്കൂറുകൾ വരി നിന്ന് മാത്രമേ ഭഗവാനെ ദർശിക്കാനാകൂ. ഓരോ സമയങ്ങൾ കൃത്യമായി തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ വെർച്വൽ ക്യൂ എന്നുള്ള ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഓരോ മണിക്കൂറുകളിലും കൃത്യമായി തന്നെ എത്തുന്ന ഭക്തരറിയാം എങ്ങനെയാണ് ഇത് തുടക്കത്തിൽ തന്നെ പാളിപ്പോകുന്നത്. ഇത്തരത്തിൽ 1.5 ലക്ഷം പേരടക്കം ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഈ എത്തുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു മുൻപ്. അന്നൊന്നും ഇല്ലാത്ത ഈ ഒരു പ്രശ്നങ്ങൾ, ഇത്ര വലിയ ഒരു പ്രതിസന്ധികളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നു എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ശബരിമലയുടെ എല്ലാ ഇടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൃത്യമായി ദർശനം ഒരുക്കി കൊടുക്കുകയും അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി നൽകുന്നതിലും ഉണ്ടാകുന്ന ഒരു ഗുരുതരമായുള്ള വീഴ്ച അതുതന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി നിൽക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ ഒരു വിഷയം നമ്മൾ കൃത്യമായി തന്നെ ഏറ്റെടുക്കും. ഭക്തർ അനുഭവിക്കുന്ന അവരുടെ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ തന്നെയാണ് നമ്മൾ വാർത്തയായി നൽകുന്നത്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ ഈ വീഴ്ചകൾ തുറന്ന് കാണിക്കുമ്പോഴും അത് പരിഹരിക്കാനുള്ള ഒരു ഇടപെടൽ, ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു അനാസ്ഥ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുതന്നെയാകും വരും ദിവസങ്ങളിലും ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇവിടെ ഉണ്ടാകാനും പോകുന്നത്. എന്തായാലും ഈ തിരക്ക് നിയന്ത്രണം അങ്ങ് പാളുകയാണെങ്കിൽ അത് ഭക്തരെ സംബന്ധിച്ചോളം തുടക്കത്തിൽ തന്നെ ഇത്തരം ഒരു വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി തന്നെ അത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനിയെങ്കിലും ഈ വൈകിയ വേളെങ്കിലെങ്കിലും കൃത്യമായ ഒരു ഇടപെടൽ, കൃത്യമായ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ആ ഭക്തർക്ക് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. രാഹി, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ഇത് ഒരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ, 2 ദിവസമേ ആയിട്ടുള്ളൂ നട തുറന്നിട്ട്. തുടക്കത്തിലെ ഇതാണ് അവസ്ഥയെങ്കിൽ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു അടിസ്ഥാന സൗകര്യം മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നു. ശബരിമലയിലാണ് അവർ വലിയ ആഡംബരങ്ങളൊന്നുമല്ല പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സർക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ അയ്യപ്പ ദർശനത്തിന് വരുന്നവർ അയ്യപ്പന് കാണിക്കയായി കോടികൾ കൊണ്ടുവന്നാൽ എന്താണ് നിങ്ങൾക്ക് വാങ്ങാൻ ബുദ്ധിമുട്ട്, ഇവിടെ സംസ്ഥാനത്ത് മാത്രമേ അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ ഉള്ളൂ എന്നൊക്കെയായിരുന്നു അന്ന് ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. നമ്മൾ ദേവസ്വം പ്രസിഡന്റൊക്കെ വാക്കുകൾ ഇപ്പോഴും ഓർക്കുകയാണ് അരുൺ. കാരണം എന്തിനാണ് നമ്മൾ തടസ്സം നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് ഇവർ ഈ പമ്പയിൽ അയ്യപ്പ ഭക്ത സംഗമം എന്ന പേരിൽ ആർഭാട സംഗമം നടത്തിയത്. അവരൊക്കെ ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണല്ലേ? തീർച്ചയായും ഈ അത്യാധുനിക നിലവാരത്തിലുള്ള ജർമ്മൻ പന്തൽ അവർ ആവശ്യപ്പെടുന്നില്ല, AC സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്നില്ല, വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ ഒന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. അവരാവശ്യപ്പെടുന്നത് വിരിവെക്കാൻ, സ്വസ്ഥമായി ഒന്ന് വിരിവെക്കാനുള്ള ഒരിടം, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് കുടിവെള്ളം, ശൗചാലയങ്ങൾ, ഈ പ്രാഥമിക ആവശ്യങ്ങൾ മാത്രമാണ് ഈ സന്നിധാനത്തേക്ക് എത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു സൗകര്യവും അവരൊന്നും തന്നെ ആവശ്യപ്പെടുന്നില്ല. ഭഗവാനെ ഒന്ന് ദർശിക്കാൻ വരുമ്പോൾ അതിന് വേണ്ടി വരുന്ന ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ മാത്രം ആവശ്യപ്പെടുന്ന അവർക്ക് മുന്നിലേക്ക് തന്നെയാണ് ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ നിലനിൽക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം, അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ മുൻ മണ്ഡലകാലങ്ങളിലെല്ലാം ആവർത്തിക്കപ്പെട്ട പ്രശ്നങ്ങളാണ്. കുടിവെള്ളം ലഭിക്കുന്നില്ല, ശൗചാലയങ്ങളില്ല, വിരിവെക്കുന്നതിനുള്ള സൗകര്യമില്ല, വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമില്ല. ഇതെല്ലാം മുൻകാല മണ്ഡലകാലങ്ങളിലെല്ലാം ആവർത്തിച്ച കാര്യങ്ങളാണ്. സർക്കാരിന് ഈ ആവർത്തിച്ച തെറ്റുകൾ, വീഴ്ചകൾ തിരുത്താമായിരുന്നു. അതിന് ഒരു മണ്ഡലകാലത്തെ സാവകാശം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആവർത്തിക്കുന്ന വീഴ്ചകളെല്ലാം അതേപടി തുടരുന്നു എന്ന് മാത്രമല്ല, അതിലും മോശമായ പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ. അന്ന് ദേവസ്വം മന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എന്തായാലും വീഴ്ചകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കി ഇനിയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ, ഈ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികളാണോ ഇവിടെയുള്ളത് എന്നാണ്. ആവർത്തിക്കുന്ന ആ വീഴ്ചകൾ ആവർത്തിക്കപ്പെടില്ല എന്ന് പറയുന്നത് പാലിച്ചില്ല എന്ന് മാത്രമല്ല, അതിലും മോശമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ ഈ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണയൊക്കെ നോക്കുമ്പോൾ എന്തായാലും തീർത്ഥാടകരുടെ ഒരു തിരക്ക് വലിയ രീതിയിലുള്ള വർധനയുണ്ട്. അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് അടക്കം ഇങ്ങോട്ട് എത്തുമ്പോൾ ആ താഴെ കുറച്ച് വിരിവെക്കുന്നതിനുള്ള പമ്പയിൽ ഒരു പന്തൽ അടക്കം നിർമ്മിച്ചതിനപ്പുറത്തേക്ക് കാര്യമായ ഒരു ഇടപെടൽ ഒന്നും തന്നെ ഇത് നടത്തിയിട്ടില്ല. ശൗചാലയങ്ങൾ അടക്കം വലിയ പ്രതിസന്ധിയാണ്. നിലയ്ക്കലുണ്ടാകുന്ന പ്രതിസന്ധികൾ അത് വിശദമായി തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. KSRTCയിൽ അനുഭവപ്പെടുന്ന ആ ഒരു വലിയ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ തന്നെ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു തരത്തിലുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ള ഒരു വസ്തുത തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിലും ഈ ഒരു വിഷയം തന്നെ സജീവമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം രോക്ഷത്തിലാണ് ഭക്തജനങ്ങൾ. വെറുതെ നമ്മൾ ഒന്ന് സംസാരിക്കുക പോലും ചെയ്യുകയാണെങ്കിൽ അത്രയും രോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്, വൈകാരികമാണ്, അത്രയും ബുദ്ധിമുട്ടാണ് നേരിടുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് സന്നിധാനം ഈ തുടക്ക ദിവസങ്ങളിൽ തന്നെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരിയാണ്, തീർച്ചയായും അരുൺ. വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. 2 ദിവസമേ ആയിട്ടുള്ളൂ നട തുറന്നിട്ട്. വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിൽ. എന്തായാലും നമുക്ക് അരുൺ പറഞ്ഞതുപോലെ ഈ വിഷയം കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. അവർക്ക് ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുണ്ടായ അപര്യാപ്തത കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാകേണ്ടതുണ്ട്. സർക്കാർ കൃത്യമായ നടപടി ഇനിയെങ്കിലും എടുക്കേണ്ടതുണ്ട്.